റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, രണ്ട് രൂപത്തിൽ മനുഷ്യന്മാർ മരിക്കുമെന്നുള്ളതാണ്. ചില ആളുകൾ ഉണ്ടാകും, അവരുടെ ജീവിതത്തിലേക്ക് മരണത്തിന്റെ മലക്ക് കടന്നു വരുമ്പോ മരിക്കാൻ ഇവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല. അവര് ഇനിയും ജീവിച്ച് കൊതി തീർന്നിട്ടുണ്ടാവില്ല. ഇനിയും പൂർത്തീകരിക്കാനുള്ള ആഗ്രഹങ്ങളിൽ അവരുടെ മനസ്സിങ്ങനെ പറ്റിപ്പിടിച്ചെടുക്കുമ്പോ അവരുടെ ആത്മാവിനെ മരണത്തിന്റെ മലക്കുകൾ വലിച്ചൂരിയെടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതിനെ ഉപമിക്കുന്നത് പഞ്ഞിക്കെട്ടിൽ കുടുങ്ങിയ ഒരു മുള്ളു പോലെയാണെന്നാണ്. ആ പഞ്ഞിക്കെട്ടിനെയും മുള്ളിനെയും വേർതിരിക്കുമ്പോഴുണ്ടാകുന്ന എല്ലാ വേദനകളും അവരനുഭവിക്കും. അങ്ങനെ വലിച്ചൂരിയെടുക്കുന്ന ആത്മാവിനൊരു ദുർഗന്ധമുണ്ടാകും. ആ ദുർഗന്ധമുള്ള ആത്മാവിനെയും കൊണ്ട് മരണത്തിന്റെ മലക്കുകൾ ആകാശലോകത്തേക്ക് പോകുമ്പോ അവർക്ക് മുന്നിൽ വാതിലുകൾ തുറക്കപ്പെടുകയില്ല. ആ ആത്മാവിനെ വലിച്ചെറിയാൻ വേണ്ടിയിട്ട് അള്ളാഹു കൽപ്പിക്കുകയാണ്. എന്നാൽ മറ്റു ചില ആളുകൾ ഉണ്ടാകും, അവരുടെ ജീവിതത്തിൽ അവർ അള്ളാഹിനെ ഇഷ്ടപ്പെട്ടവരാണ്, പരലോകത്ത് ആഗ്രഹിച്ച് ജീവിച്ചവരാണ്, നന്മകൾ പരമാവധി ചെയ്തവരാണ്. അവരുടെ അടുത്തേക്ക് മരണത്തിന്റെ മാലാകമാർ വരുന്നത് അവർ സ്വർഗത്തിൽ നിന്നുള്ള കഫംപുടവയുമായിട്ടായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അവര് വരുമ്പോ തന്നെ ഇവര് അവരുടെ കൂടെ പോകാൻ ഒരു തിടുക്കം കാണിക്കും. അവരുടെ ആത്മാവിനെ വളരെ സുന്ദരമായിട്ടായിരിക്കും മലക്കുകൾ ഏറ്റെടുക്കുക. ഒരു വെള്ളപ്പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് പോലെ, കുഴച്ചു വെച്ച ഒരു മാവിൽ നിന്ന് മുടിനാരെടുക്കുന്നത് പോലെ അവരുടെ റൂഹിനെ ഏറ്റുവാങ്ങിയിട്ട് മലക്കുകൾ ഇങ്ങനെ ആകാശലോകത്തേക്ക് പോകും. അവിടെ ആകാശലോകത്തേക്ക് മലക്കുകളുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് അള്ളാന്റെ സന്നിധിയിലെത്തും. ഇല്ലീനിൽ അവരുടെ പേര് രേഖപ്പെടുത്തും. അവരെ സംതൃപ്തിയോടുകൂടി അവരുടെ ബർസഹിലേക്ക് മടക്കും. ആ ബർസഹില് അവർ ചെന്നു ചേരാനുള്ള സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതില് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്നു കൊടുക്കും. ആ സ്വർഗീയമായ ആനന്ദങ്ങളും അനുഭൂതികളും അനുഭവിച്ചുകൊണ്ടുള്ള ഒരു ബർസഹി ജീവിതം അവർക്ക് ആരംഭിക്കുന്നുള്ളതാണ്. നമ്മൾ മരിക്കുന്ന സമയത്ത് ഏത് രൂപത്തിലാണ് മരിക്കേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. നിർവൃതിയോടുകൂടി മടങ്ങിപ്പോകാൻ നമുക്ക് കഴിയണം. അങ്ങനെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമ്പോ എല്ലാവരുടെ വിചാരണയും കഴിഞ്ഞിട്ട് ഗ്രന്ഥം നൽകപ്പെടുന്ന ഒരു സമയത്ത് വലത് കൈയിൽ ഗ്രന്ഥം ഏറ്റുവാങ്ങുന്ന ചില ആളുകൾ ഉണ്ടാകും. അവരത് ഏറ്റുവാങ്ങിയിട്ട് അത് തുറന്നു നോക്കുമ്പോ അതിലുള്ള നന്മകൾ കണ്ടുകൊണ്ട് തുള്ളിച്ചാടുമെന്നാണ്. കിതാബി, ഇതാ എന്റെ ഗ്രന്ഥം വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിലൂടെ ഓടി നടക്കുന്ന കുറെ ആളുകൾ ഉണ്ടാകും. ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. ഒടുവില് ഒരു സംഘം ആളുകൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നുണ്ടാകും. അതിന്റെ മുമ്പില് അള്ളാന്റെ റസൂൽ ഉണ്ടാകും, അമ്പിയാക്കൾ ഉണ്ടാകും, സ്വഹാബത്ത് ഉണ്ടാകും. ആ വലിയ സംഘത്തിന്റെ പിറകിൽ നമ്മളും ഉണ്ടാവണം. നമ്മൾ മാത്രമല്ല, നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ കൈയും പിടിച്ചിട്ട് അള്ളാഹുവിന്റെ സുബർഗത്തിലേക്ക് നടന്നു പോകുന്ന ആ സംഘത്തില് ഉൾപ്പെടണമെന്ന വലിയ ആഗ്രഹവും താല്പര്യവും ഒക്കെ നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ്